യാത്ര പോകുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നില്ലേ? അന്നേ ദിവസം ഞാൻ എടുത്തു വെച്ച കുറച്ച് വീഡിയോസ് ആണിട്ടത്. അമ്മ പോയിട്ട് കുറച്ച് ദിവസമായി. ഇതൊക്കെ കൊണ്ടുപോകാനുള്ള സാധനമായിട്ട് അമ്മ ഓരോ സാധനം എടുത്തു വെച്ചതിന് ശേഷം അമ്മ പോയി. ഞാൻ അതിന്റെ വീഡിയോസ് എല്ലാം എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അമ്മ പോയി എന്നെ പിറ്റേ ദിവസത്തെ വീഡിയോസ് ആണ് ഇതൊക്കെ. എന്നും എണീക്കുന്നതിനേക്കാളും കുറച്ച് നേരത്തെ എണീറ്റിട്ട് രാവിലത്തെ പണികളൊക്കെ ഒന്ന് തീർത്ത് ഒതുക്കി വെച്ചുട്ടാ. ഉണ്ണിയുടെ കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ തന്നെ എന്റെ രാവിലത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ അച്ഛന്റെ ഡ്യൂട്ടിയാണ്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് അച്ഛൻ ഒരു മാസത്തേക്ക് ലീവ് ആയിട്ട് ഇരിക്കണം. അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇനി നനച്ചാക്കിയിട്ട് എന്തായാലും അച്ഛനും ജോലിക്ക് പോവില്ല കേട്ടാ. അത് വേറെ കാര്യം. എന്തൊക്കെ പറഞ്ഞാലും അമ്മലത്തിന്റെ കുറവ് നല്ല രീതിക്ക് അറിയണിട്ടാ. എന്നാലും അവർക്കും വേണ്ട ഒരു എൻജോയ്മെന്റ് പോയി അടിച്ചു പൊളിച്ച് വരട്ടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലോകം തിരിച്ച് ഒലിക്കുന്നു. കിച്ചണിൽ ചെന്ന് നോക്കിയപ്പോ അച്ഛൻ നല്ല ചെമ്മീൻ മുളകിട്ടത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ചെന്നിട്ടൊന്ന് ഉള്ളി ഒന്ന് മൂപ്പിച്ചിട്ടിട്ട് അതൊന്ന് കംപ്ലീറ്റ് ചെയ്തു കേട്ടാ. ബാക്കിയുള്ള ജോലി ചെയ്യെങ്കിലും എന്തോ കിച്ചണിലെ പണികൾ എനിക്ക് അങ്ങോട്ട് അത്ര വശമില്ല കേട്ടോ. അച്ഛൻ ഉണ്ടാക്കിയ കൂട്ടാനും കൂട്ടി നല്ലൊരു ഊണം കഴിച്ചതിന് ശേഷം ഞാൻ മധുരം കഴിക്കാനിരിക്കുകയാണ്. ഗൈസ്, ഇപ്പൊ ഇതില്ലാണ്ട് പറ്റില്ല. ഭയങ്കര അഡിക്ഷൻ ആണ്. എങ്ങനെ മാറ്റുമെന്ന് എനിക്കറിയാം. ഈവനിങ് ആയപ്പോ ഞാൻ ഉണ്ണിനെയും കൊണ്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അവളിപ്പോ എല്ലായിടത്തും കറങ്ങാനും നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴാണെങ്കിൽ നൈറ്റ് ഭയങ്കര ഉറക്കം കുറവാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വാശിയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടാ. ജോലി കഴിഞ്ഞ നേരെ പച്ചത്തെ ചായക്ക് അടയും പൊക്കവടയൊക്കെ കൊടുക്കുന്നുണ്ടാകും. അപ്പൊ ഞാൻ അതൊക്കെ കഴിച്ചിരിക്കുമ്പോഴേ ഒരാളുടെ വരവ് വന്നിട്ടുള്ള വരവാണ് കേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് ചാനൽ ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടാ. ബൈ.